5 ടിപ്സ് പറഞ്ഞുതരാം. ശോധന ഇല്ലാത്തവർക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ ഒരു മരുന്നില്ലാതെ സുഖശോധന കിട്ടാൻ ഈ 5 ടിപ്സ് സഹായകരായിരിക്കും. ഇത് പറയുമ്പോഴേ പറഞ്ഞു തരാം. കുറേ രോഗങ്ങൾ നമ്മൾ പേടിച്ചിട്ടും നമ്മളുടെ ജീവിതശൈലി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മളുടെ സൂക്ഷ്മത കുറവുകൊണ്ടും ജീവിതത്തിൽ നമ്മൾക്ക് സൗകര്യം കൂടിയതുകൊണ്ടും വാരി വലിച്ചെടുക്കുന്നതാണ്. എന്നാൽ ഈ രോഗങ്ങളിൽ നമ്മളുടെ ശ്രദ്ധ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും മാറ്റിയെടുത്ത് സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റുന്നതാണ് മലബന്ധം എന്ന് പറയുന്ന രോഗം. നമ്മളുടെ ജീവിതശൈലി എന്നാണോ മോശമായത് അന്ന് മുതലാണ് ആ രോഗം നമ്മളെ പിടികൂടിയിട്ടുള്ളത്. കുറേ ആളുകൾ മരുന്ന് വാങ്ങി കുടിക്കുന്നു മാത്രമല്ല, മാർക്കറ്റിലുള്ള സർവ്വ കമ്പനി മരുന്നിൻ്റെ പേരും ഡീറ്റെയിൽസും അവർക്കറിയാം. കാരണം എല്ലാ മരുന്നുകളും വാങ്ങി കുടിച്ചിട്ട് ഡോക്ടറെ ആ കുടിച്ച മരുന്നും അവിടെ തങ്ങി എന്ന് പറയുന്ന പണ്ട് നമ്മൾ കഥയിലൊക്കെ പറഞ്ഞിരുന്ന സംഗതി ദിവസവും ഞങ്ങൾ ഒ പിയിൽ കാണുന്നതാണ്. അത്തരക്കാർക്ക് പ്രശ്നങ്ങളില്ലാതെ വയറ്റുന്നു പോവാനും വയറ്റുന്നു പോവൽ പ്രയാസം ഇപ്പം തന്നെ തുടങ്ങിയവർക്ക് അത് പൈൽസും ഫിഷറും ഫിസ്റ്റുലയും ഒന്നും ആവാതെ വീട്ടിലിരുന്ന് തന്നെ മാറി സുഖശോധന കിട്ടാനും ഗ്യാസ് ട്രബിൾ, നെഞ്ചരിച്ചൽ, വയറ് ചാടൽ, ദഹന പ്രശ്നങ്ങൾ, തടി കൂടൽ എന്നിവയൊക്കെ വരാതിരിക്കാനും ആദ്യമായിട്ട് പറയുന്ന ടിപ്പ് എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പലരും ഇന്ന് വെള്ളം കുടിക്കുന്നത് ദാഹിക്കുമ്പോൾ മാത്രമാണ്. അങ്ങനെ ചെയ്തു പോകരുത്. നിങ്ങൾ വെള്ളം കുടിക്കേണ്ടത് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഇളം ചൂടുവെള്ളം ഒരു ഗ്ലാസ് കുടിക്കുക. അത് കുടിക്കുന്നത് വളരെയേറെ നല്ലതാണ്. നമ്മളുടെ വേസ്റ്റുകളൊക്കെ ക്ലിയറായി പോവാൻ, മലവും മൂത്രവും കൃത്യമായിട്ട് പോവാൻ വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ സിപ്പിനും വെള്ളം കുടിക്കുന്ന ശീലം ഒഴിവാക്കുക. ഭക്ഷണത്തിൻ്റെ ഒരു അരമണിക്കൂർ മുൻപ് നമ്മൾ എന്ത് ചെയ്യുക, വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഭക്ഷണം കഴിച്ചാലും ഒരു അരമണിക്കൂർ വരെ സമയം കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. വെള്ളം കുടിക്കുമ്പോൾ പന്തളിക്കാർ കാണിക്കുന്ന പോലെ ഒന്നാകെ കുടിക്കണു, നടക്കണു, ഓടണു, ആ പണിയല്ല ചെയ്യേണ്ടത്. ഇതിനാസ്വദിച്ച് അല്പാൽപമായി സിപ്പായി ഇരുന്ന് സ്വസ്ഥമായി കുടിച്ച് മെല്ലെ ഇറക്കി അതിനാസ്വദിച്ചിതാക്കുക. അതല്ലാതെ ആരോടെങ്കിലും കടം കഴിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിന്ന് ഇതാക്കി ഒന്നാകെ കുടിക്കുമ്പോഴൊന്നും ആ ഒരു വയറ് വേഗത്തിൽ നിറഞ്ഞ ഫീല് വരികയും വെള്ളം ശരിക്കും ആവശ്യത്തിന് കുടിക്കാൻ കഴിയാതെ ആവുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, തിളപ്പിച്ചാറിയ വെള്ളമാണോ പച്ച വെള്ളമാണോ തണുത്ത വെള്ളമാണോ ഏതാണ് കുടിക്കുക എന്നുള്ളത്. നിങ്ങൾ ഏത് വെള്ളം കുടിച്ചാലും വേണ്ടില്ല, അത് കൃത്യമായിട്ട് ശരീരത്തിൽ കൃത്യ അളവിൽ കൃത്യ ഇടവേളകളിൽ വരികയാണ് വേണ്ടത്. ഇതോടൊപ്പം തന്നെ ചിലർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, ഒന്നാകെ വെള്ളം കുടിച്ച് വയറ് നിറക്കും, ഇനി വൈകുന്നേരമേ കുടിക്കുള്ളൂ എന്ന് പറയും. അങ്ങനെ കുടിച്ചതുകൊണ്ടും പ്രത്യേകിച്ച് കാര്യമില്ല. അത് കിഡ്നി ഒന്നാകെ ഫിൽട്ടർ ചെയ്തിട്ട് കളയും. പിന്നെ കുറേ നേരം ഒന്നുമില്ലാതെ ഇരിക്കും. പിന്നെ രാത്രി കുറേ കുടിക്കുന്നതുകൊണ്ട് അതേ ഫങ്ഷൻ അവിടെ ആവർത്തിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ ഒരു 2.5 മുതൽ 3.5 ലിറ്റർ വെള്ളം വരെ ഒരു ദിവസം നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുക. ഇത് പറയുമ്പോൾ ഞാൻ എന്നും പറയാറുണ്ട്, 1.5 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെ മൂത്രം ഉണ്ടാവത്തക്ക വെള്ളം, മൂത്രം പോവാൻ പ്രയാസമില്ലാത്ത തരത്തിലുള്ള വെള്ളം, ദാഹം തോന്നാത്ത തരത്തിലുള്ള വെള്ളം, ഇത്തരത്തിലാണ് നിങ്ങൾ വെള്ളം കുടിക്കേണ്ടത്. കാരണം കോൺക്രീറ്റ് പണിയെടുക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ 2.5 ലിറ്ററും 3 ലിറ്ററൊന്നും തികയില്ല. നല്ല ചൂടത്ത് വെയിലത്ത് പണിയെടുക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇത്ര വെള്ളം തികയില്ല. എന്നാൽ AC-യിൽ തണുപ്പ് രാജ്യത്ത് ജോലി ചെയ്യുന്ന ആളുകൾ 3.5 ലിറ്റർ കുടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിത് ഓരോരുത്തർക്കും കൃത്യമായിട്ട് ഇത്ര കുടിക്കുക എന്ന് പറയുന്നതിലേറെ ഒരു 1.5 മുതൽ 2 ലിറ്റർ വരെ വെള്ളം ഉണ്ടാവുകയാണ് വേണ്ടത്. ഇതേപോലെ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രാത്രി കിടക്കുന്നതിൻ്റെ ഒരു മണിക്കൂറൊക്കെ മുൻപ് വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. ഇനി ഈ വെള്ളം കുടിയിൽ തന്നെ ചില പൊട്ടത്തരങ്ങൾ നമുക്കിടയിലുണ്ട്. നമ്മൾ വെള്ളം കുടിച്ചു എന്ന് പറയും, പക്ഷേ കുടിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും? സോഫ്റ്റ് ഡ്രിങ്ക് ആയിരിക്കും, ബിയർ ആയിരിക്കും, സോഡകളായിരിക്കും, കോളകളായിരിക്കും. തൊട്ടുപോകരുത്. അത് ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, പഞ്ചസാര കുത്തി കലക്കിയിട്ട് അതിൻ്റെ ദോഷം നമുക്ക് വേറെയും വരാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ടിപ്പ് നമ്പർ 2, പഴങ്ങളിൽ പേരക്ക, ഓറഞ്ച് ഏറ്റവും നല്ലത് നമുക്ക് സീസണലായി കിട്ടുന്ന ഫ്രൂട്ട്സ് ആണ്. ഓരോ സീസണിലും നമ്മുടെ നാട്ടിൽ ഓരോ ഫ്രൂട്ട്സ് അല്ലേ ഉണ്ടാവുക. ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണാണ്. പിന്നെ നമ്മളെ വീട്ടിലുള്ള പപ്പായ അല്ലേ, ഇതിനൊന്നും എവിടെയെങ്കിലും പൈസ കൊടുക്കണോ? നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന മൈസൂർ പഴം ഉണ്ടല്ലോ, ഇതിനെവിടെയെങ്കിലും പൈസ കൊടുക്കണോ? ഇതൊക്കെ എടുത്ത് കഴിക്കുക. ഇതിൻ്റെ അപ്പുറം നല്ല ഫ്രൂട്ട്സ് വേറെ ഇല്ല. കുറേ കിവിയും കുറേ വലിയ സ്ട്രോബെറി ഒന്നും വാങ്ങിയിട്ട് നിങ്ങൾ കഴിക്കേണ്ട. അതൊക്കെ ഉണ്ട്, ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പൈസ ഉള്ളവൻ വാങ്ങി കഴിച്ചോട്ടെ.
പക്ഷെ അതൊന്നും ആവശ്യമില്ല. പപ്പായൻ്റെ അത്ര ശോധന കിട്ടുന്ന വേറെ ഏത് സാധനമാണുള്ളത്? അത്തരത്തിൽ മാർക്കറ്റിൽ എന്നാണ് ഓരോ സീസണിലും എന്തൊക്കെ ഫ്രൂട്ട്സ് ആണോ കിട്ടുന്നത് അത് വാങ്ങി കഴിക്കൂ. അത്തരത്തിൽ ആരോഗ്യത്തെ സംരക്ഷിക്കൂ. ധാന്യങ്ങളിൽ തവിടുള്ള അരി, ഗോതമ്പ്, ഓട്സ്, രാഗി, അതുപോലെ തന്നെ നട്ട്സിൽ ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ്, ആൽമണ്ട്, ഇനി പയറ് വർഗ്ഗങ്ങളാകട്ടെ ചെറുപയർ, വൺപയർ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ഇത് പറയുമ്പോൾ തന്നെ വേറൊന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് പൊതുവേ ഇത്തരത്തിൽ നട്ട്സും ചിയാ സീഡൊക്കെ പറയാൻ ഒരു പ്രയാസമാണ്. അതല്ലെങ്കിൽ കാഷ്യൂനട്ടും ആൽമണ്ടൊക്കെ പറയാനൊരു പ്രയാസമാണ്. കാരണം ഇന്നെ കേൾക്കുന്ന ആളുകൾ നിത്യവൃത്തിക്ക് വകയില്ലാതെ ജോലി ഇല്ലാതെ കഷ്ടപ്പെട്ടിരിക്കണോലായിരിക്കും. അപ്പോൾ ഓരോട് വലിയ വലിയ സാധനങ്ങളൊക്കെ പറയടങ്ങാറാണ്. ഏറ്റവും നല്ലത് നമ്മളൊക്കെ നാട്ടിലുള്ള സാധാ രാഗില്ലേ, രായിപ്പൊടി എന്ന് പറയുന്നത് മുത്താറി എന്ന് പറയാറുണ്ട്. അതല്ലെങ്കിൽ അതുപോലെ നിങ്ങളുടെ നാട്ടിൽ എന്താണോ അതിന് പേര് പറയാമെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ രായിപ്പൊടി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കൂലേ, ഇതേപോലെ നിങ്ങൾ പുട്ടുണ്ടാക്കിയിട്ട് കഴിച്ചോളൂ, അല്ലെങ്കിൽ അത് വിരകിയിട്ട് കഴിച്ചോളൂ. അതല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുക ആ രൂപത്തിൽ കഴിച്ചോളൂ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, പാൽ അതിൽ മിക്സ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഫലമല്ല കിട്ടുക, അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റാണ് കിട്ടുക. ആ രൂപത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 3, നമ്മളുടെയൊക്കെ ടോയ്ലറ്റ് ശീലങ്ങൾ തന്നെയാണ് പലപ്പോഴും നമ്മൾ അപകടത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. വേറൊന്നുമില്ല, ഫോണും കൊണ്ടാണ് നമ്മൾ ടോയ്ലറ്റിലേക്ക് പോവുക. മനസ്സിലാക്കുക, ഫോണ് പിടിച്ച് കുത്തിരിക്കാനുള്ള സ്ഥലം ബാത്റൂം അല്ല, അതിൻ്റെ ഉള്ളിലേക്ക് അത് കയറ്റരുത്. പല പ്രശ്നങ്ങൾ, ശോധന പ്രശ്നം ഉണ്ടാവുമെന്ന് മാത്രമല്ല, അവിടുത്തെ എല്ലാ അണുക്കളും നിങ്ങളുടെ ഫോണുക്കും ചെവിക്കും വായിക്കും എത്തുകയാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കും, അവിടുന്ന് നിങ്ങൾ കഴിക്കുന്ന പ്ലേറ്റ് അവിടേക്ക് കൊണ്ടുപോകും, അതിലൊക്കെ നമുക്ക് വലിയ വൃത്തിയാണ്. പക്ഷേ ടോയ്ലറ്റൊക്കെ പോകുമ്പോൾ അതവിടെ വേണം. എന്നിട്ട് ഈ ടോയ്ലറ്റിൻ്റെ ഭാഗത്തും പരിസരത്തും ഒക്കെ ഫോൺ വെക്കുക. ഞങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ എത്ര ഫോണാണ് ഈ ടോയ്ലറ്റിൽ മറന്നു വെക്കുക അറിയാം. പണ്ടൊക്കെ വാച്ച് മറന്നു വെച്ചിരുന്നു. ഞാൻ ആദ്യം ഇത് തമാശയാണെന്ന് കരുതിയിരുന്നത്. പിന്നെ ഇന്നെ കേൾക്കുന്ന പലരും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക ടോയ്ലറ്റ് എന്നാ. ഇത്തരത്തിൽ ടോയ്ലറ്റ് ശീലമായിട്ടുണ്ട്, ആയിപ്പോവരുത്. 2, യൂറോപ്യൻ ക്ലോസറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ കസേരയിൽ ഇരിക്കുന്ന പോലെ മുട്ടിൽ നിന്ന് കാല് നേരെ താഴേക്ക് മടങ്ങിയിരിക്കരുത്. ഞാൻ വീഡിയോയിൽ ചിത്രത്തിൽ കാണിച്ചു തരാം. കാല് ചെരിച്ച് ബാക്കിലേക്ക് വെക്കണം. അങ്ങനെ ആവുമ്പോൾ കൂടുതലായിട്ട് മസിലുകൾക്ക് മോഷൻ ശരിക്കുണ്ടാക്കാൻ സഹായകരാകും. 4, ടോയ്ലറ്റിൽ പോയതിന് ശേഷം നിങ്ങൾ ആ മലത്തിലേക്കൊന്ന് നോക്കാൻ മടിക്കരുത്. ഞങ്ങളൊക്കെ പലപ്പോഴും ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ, എൻ്റെ അനുഭവത്തിൽ ക്യാൻസർ അങ്ങനെ കണ്ടിട്ടില്ല, പലപ്പോഴും പൈൽസ് അടക്കമുള്ള പല രോഗങ്ങളിലും ഈ രോഗത്തിന് കാരണമാവുന്നത് ബ്ലീഡിങ് ഇവർ കണ്ടിട്ടുണ്ടാവില്ല. വേദന ഇല്ലാത്ത ബ്ലീഡിങ് ഉണ്ടാവും, ഇവത് ഫ്ലഷ് ചെയ്ത് പോരും, അതിലേക്കൊന്നും നോക്കില്ല. ആ തരത്തിൽ ചെയ്യരുത്. അത് പലപ്പോഴും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അറിയാതിരിക്കാൻ, മഞ്ഞപ്പിത്തം പോലെയുള്ള സംഗതികൾ, മലത്തിൽ കൃമികൾ പോലെയുള്ള സംഗതികൾ, ഇതൊക്കെ അറിയുന്നത് നമ്മൾ അതിലേക്ക് നോക്കുമ്പോഴാണ്. നേരെ ഫ്ലഷും ചെയ്ത് ക്ലോസറ്റും അടച്ച് പോരുമ്പോൾ, അല്ലെങ്കിൽ ക്ലോസറ്റ് അടച്ച് ഫ്ലഷും ചെയ്ത് പോരുമ്പോൾ നമ്മളിത് അറിയുന്നില്ല. ടോയ്ലറ്റ് ശീലത്തിൽ നമ്മൾ മാറ്റേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒപ്പം ചെയ്യേണ്ടത്, കഴുകുന്ന സമയത്ത് പ്രത്യേകിച്ച് സ്ത്രീകൾ മുന്നിൽ നിന്ന് ബാക്കിലേക്ക് കഴുകുക. അത് ഇൻഫെക്ഷൻ കുറയാനാണ് സഹായിക്കുക, അത് ഒരിക്കലും മലബന്ധം മാറ്റുന്നതിന് സഹായിക്കില്ല. പക്ഷേ ഈ കാര്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ശ്രദ്ധിക്കുക. പിന്നെ ബാത്റൂമിൽ പോയാൽ അതിൻ്റെ ഉള്ളിൽ കുറേ നേരം തപസ്സിരിക്കണ പരിപാടി ഒഴിവാക്കുക. മൂക്കി പിടിച്ച് ഞെക്കിപ്പിഴിഞ്ഞ് കളയുന്ന പരിപാടി ഒഴിവാക്കുക. ഫോസറ്റ് ഉപയോഗിച്ചിട്ട് നല്ല സ്പീഡിൽ അവിടെ കടിച്ച് അവിടെ വേദനിപ്പിച്ച് കഴുകി വൃത്തിക്ക് ചെയ്ത് കഴുകി അവിടെ നശിപ്പിക്കുന്ന അവസ്ഥ ഒഴിവാക്കുക. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വയറ്റിന്ന് പോവാൻ തോന്നുന്നില്ലെങ്കിൽ അതിന് പോവാൻ നിൽക്കണ്ട. 2, വയറ്റിന്ന് പോവാൻ തോന്നുന്നുണ്ട് പക്ഷേ എൻ്റെ വീട്ടിലെത്തിയിട്ടാക്കുക, കുറച്ചു നേരം കഴിഞ്ഞിട്ടാക്കുക പറഞ്ഞിട്ട് അതിങ്ങനെ പിടിച്ച് നിൽക്കുക, അതൊരു ഹീറോയിസ് അല്ല. അങ്ങനെ വയറ്റിന്ന് പോവാൻ തോന്നാത്ത കേസിൽ തോന്നുമ്പോൾ പോവുക. അത് ആർക്കെങ്കിലും പോവാൻ തോന്നുകയാണെങ്കിൽ അതിന് നാളെ ആവട്ടെ എന്ന് കരുതിയ, സൗകര്യം കിട്ടട്ടെ എന്ന് കരുതുകയല്ല, നമ്മളുടെ മലത്തെ പിടിച്ച് നിർത്താതിരുത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ അത് കിട്ടുന്ന സമയത്ത് പോരില്ല എന്ന് മനസ്സിലാക്കുക. സാധാരണയായിട്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യൻ ക്ലോസറ്റുകളാണ്. രോഗമൊക്കെ വന്ന് ഫിഷറൊക്കെ പോലുള്ള രോഗമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കാം. യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ തന്നെ കാല് ബാക്കിലേക്ക് മടക്കി വെച്ച് സ്ട്രെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ടിപ്പ് നമ്പർ 4, വ്യായാമം ചെയ്യുക. അത് രാവിലെ തന്നെ ചെയ്യുകയാണെങ്കിലാണ് ഏറ്റവും നല്ലത്. ആഴ്ചയിൽ 5 ദിവസം 30 മുതൽ 45 മിനിറ്റ് വരെ നമ്മൾ കിതപ്പ് വരുന്ന രീതിയിൽ വേണം വ്യായാമം ചെയ്യാൻ. നമ്മൾ പലപ്പോഴും വ്യായാമം ചെയ്യുമ്പോൾ എന്താ ചെയ്യുക അറിയോ? ഒരു ദിവസം നന്നായിട്ട് കളിക്കും, ഞായറാഴ്ച കിട്ടി എന്നാൽ രാവിലെ മുതൽ 10 മണി വരെ അങ്ങ് കളിക്കും. അങ്ങനെയല്ല വേണ്ടത്. എല്ലാ ദിവസവും 30 മുതൽ 45 മിനിറ്റ് വരെ വ്യായാമം ചെയ്യാനായിട്ട് മാറ്റി വെക്കുക.
ഇത് ആഴ്ചയിൽ 5 മുതൽ 6 വരെ ദിവസങ്ങൾ ചെയ്യുക. 7 ദിവസം ചെയ്താൽ ഏറ്റവും നല്ലത്. ഇനി വ്യായാമം ചെയ്തിട്ടില്ലെങ്കിലും വേണ്ടില്ല, കുറേ നേരം തുടർച്ചയായിട്ട് ഇരിക്കണ പരിപാടി ഉണ്ടല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുക, ചെയ്തു പോകരുത്. ഞങ്ങൾ ഡോക്ടർമാരും ബാങ്ക് ഉദ്യോഗസ്ഥരും ഒക്കെ പലപ്പോഴും ചെയ്യുന്നൊരു അബദ്ധം. എൻ്റെ ഡ്രൈവർ സുഹൃത്തുക്കൾക്ക് പലപ്പോഴും അതിന്ന് എണീക്കാൻ കഴിയില്ല. അപ്പോൾ കോഴിക്കോട്ട് നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന ബസ്സാണെങ്കിൽ അവന് പെരിന്തൽമണ്ണ ഒരു സ്റ്റാൻഡിൽ ഒരു 5 മിനിറ്റ് ഒന്നും കിട്ടലില്ല. അപ്പോഴും ഡ്രൈവർക്കൊന്നും ഇറങ്ങാൻ കഴിയില്ല. അത് അവൻ്റെ നിവൃത്തികേടാണ്. പക്ഷേ മറ്റ് ജോലികൾ ചെയ്യുന്ന പല ആളുകളും രോഗം വിളിച്ചു വരുത്തുന്നത് കാണാറുണ്ട്, ഞാൻ അടക്കമുള്ളവർ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരുത്തം ഒഴിവാക്കുക എന്നുള്ളതാണ്. ടിപ്പ് നമ്പർ 5, ശരിയായ രീതിയിലുള്ള ഉറക്കമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒറ്റ വാക്കിൽ പറഞ്ഞുതരാം, നമ്മളൊക്കെ ഉറക്കം കിട്ടുന്നുണ്ട്, പക്ഷെ അത് ക്വാളിറ്റി സ്ലീപ്പ് അല്ല. സാധാരണ 6.5 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ് പറയുക. 7.5 മണിക്കൂറാവുന്നത് വളരെ നല്ലത്. ഉറക്കത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് അപ്പോഴും ഇപ്പോഴും അരമണിക്കൂറും 1 മണിക്കൂറും 1/4 മണിക്കൂറുമായിട്ട് ഉറങ്ങുന്നതിലേറെ നല്ലത്. എത്ര നേരത്തെയാണോ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നത് അത്ര നേരത്തെ ഉറങ്ങി കണ്ടിന്യൂസ് 6.5 മുതൽ 7.5 മണിക്കൂർ കിട്ടുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ പലർക്കും അത് കഴിയാത്തത് അവരുടെ ജോലി കൊണ്ടാണ്. അവരെ ഞാൻ കുറ്റപ്പെടുത്തില്ല. എന്നാൽ നല്ലൊരു ശതമാനം ആളുകൾക്കും അത് കഴിയാത്തത് ഫോണും പിടിച്ചിരിക്കുന്നവരാണ്. എന്നെ ഈ കേൾക്കുന്ന ആളുകൾ തന്നെ എത്ര പേര് രാത്രി ഫോണും പിടിച്ച് 10 മണിക്കും 11 മണിക്കും 12 മണിക്കും ഇത് കേൾക്കുന്നുണ്ട് നോക്കൂ. നമ്മളെപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും കിടന്നിട്ടില്ല. ഇവിടെയാണ് രോഗം വരുന്നത്. പിന്നെ കുറേ മരുന്ന് വാങ്ങി കുടിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെയല്ല നമ്മൾ രോഗത്തെ മാറ്റേണ്ടത്. നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് ശരീരത്തിന് വിശ്രമം കിട്ടുക, ആ സമയത്തുള്ള ഉറക്കം ഒഴിവാക്കുക. പലരും രാവിലെ കുറേ നേരം കിടന്നുറങ്ങുന്നതാണ്, എന്നിട്ട് വ്യായാമം ചെയ്യാതെ ബ്രേക്ക്ഫാസ്റ്റും ബങ്ക് ചെയ്തിട്ട് ഹോട്ടലിൻ്റെ ഡ്യൂട്ടിയിലേക്ക് ഒരൊറ്റ ഓട്ടാണ്. ഇതന്നെ നമ്മളുടെ രോഗത്തിന് ജീവിതശൈലിയെ പ്രശ്നമാക്കിക്കൊണ്ട് നമ്മളുടെ ശോധനക്കുറവിന് കാരണമാകും. നേരത്തെ കഴിയുകയാണെങ്കിൽ 9 മണിക്ക് ഉറങ്ങാൻ കഴിയുകയാണെങ്കിൽ അത്രയും നല്ലത്. 9 മുതൽ 4 മണി, 9 മുതൽ 4:30 വരെ ചെയ്താൽ ഫ്രഷ്നെസ് നിലനിർത്താനും ഉറക്കം കിട്ടാനും ദഹനം ശരിയാവാനും ഉറക്കത്തൂങ്ങൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും സഹായകരായിരിക്കും. ഒരു ടിപ്പും കൂടി പറഞ്ഞു തരാം, സ്ട്രെസ് ഒഴിവാക്കുക. ഇതിന് ചെയ്യാവുന്നത് ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻ പോലുള്ളവയാണ്. നമ്മളെപ്പോഴും കൂടുതൽ സ്ട്രെസ് ഉണ്ടാവും, അടുത്ത ദിവസം വയറ്റുന്നു പോവില്ല. ആരോടെങ്കിലും ഒരു 100 രൂപ കടം വാങ്ങിയത് തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അവനോട് ദേഷ്യപ്പെടും. നമ്മളുടെ ഉറക്കം പോവും, സ്വസ്ഥത പോവും, 200 രൂപക്ക് മരുന്ന് വാങ്ങി കുടിക്കേണ്ടി വരും. എല്ലാം വിട്ടുകളയുക, ഹാപ്പി ആവാൻ പഠിക്കുക, ചിരിക്കാൻ പഠിക്കുക, എല്ലാം ഹാപ്പി ആയിട്ട് കൊണ്ട് നടക്കുക. ഇത് കൂടാതെ ഒരു ടിപ്പും കൂടെ അങ്ങ് പറഞ്ഞുതരാം. ഇത് ചെയ്താൽ ഏത് ഉറച്ച വയറും പോരും എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ്. എത്ര വയറ് ഉറച്ചോനും ഇത് വീട്ടിലിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട്, നമ്മുടെ പ്രാഞ്ചിയേട്ടൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആവണക്ക് കുടിച്ചവന് വയറിളകുന്ന പോലെ എന്ന് പറയുന്ന രൂപത്തിൽ സിമ്പിളായിട്ട് നിങ്ങൾക്കൊക്കെ വയറിളകാൻ കഴിയും. മറ്റൊന്നുമല്ല, നമ്മളുടെ ഉണക്കമുന്തിരി ഒരു 10 മുതൽ 15 വരെ രാത്രി വെള്ളത്തിലിട്ട് വെക്കുക. ഇത് രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ കഴിക്കുക. ആ വെള്ളവും അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം. ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ടൊരു 15 ദിവസം ചെയ്തു നോക്കൂ. അതല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് അത്തി ഉണ്ടല്ലോ, അഞ്ചീർ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി, ഇത് വെള്ളത്തിലിടുക ഒരു 5 എണ്ണം. സാമ്പത്തികമായിട്ട് നിങ്ങളുടെ കഴിവിനനുസരിച്ച് അത് വെള്ളത്തിലിട്ട് ചേർത്ത് വരിക. രാവിലെ ഒരു ഗ്ലാസ് വെള്ളത്തിലിടും, രാവിലെ അതെടുത്തിട്ട് ഈ 5 എണ്ണം വെള്ളത്തോടുക്കനെ കൂടി കഴിച്ചു നോക്കൂ. നല്ല സുഖശോധന കിട്ടും. ഇതൊരു 15 ദിവസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. എല്ലാവരോടും പറയാം, കുറേ മരുന്ന് വാങ്ങി കുടിച്ച് കുറേ രോഗങ്ങൾ സഹിച്ച് കുറേ ഇതാക്കി ജീവിക്കണേലേറെ നല്ലത് ഇങ്ങനെ സിമ്പിൾ ടിപ്സ് നോക്കിയിട്ട് സിമ്പിളായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് രോഗങ്ങളില്ലാതെ ജീവിക്കുന്നതിനാണ്. ഇതിനാവട്ടെ ഇന്നത്തെ ഈ 5 ടിപ്സും അഡീഷണലായി പറഞ്ഞിട്ടുള്ള 2 ടിപ്സും പരമാവധി ഇത് എല്ലാവരിലേക്കും എത്തിക്കുക. സ്നേഹത്തോടെ ഡോക്ടർ അലിൻ ഷഹ്മ, ഡോക്ടർ ബാസിൽ യൂസുഫ്.